ലോർഡ്. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് സ്ത്രീ പറഞ്ഞു. അവൾ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. പ്രധാനമായിട്ട് നാം ചിന്തിക്കുന്നത് അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. എന്താണ് അതിന് കാരണമെന്നുള്ളതാണ്. എന്തുകൊണ്ട് അവളുടെ മുഖം പിന്നെ സങ്കടപ്പെട്ടില്ല? അവൾ ആരായിരുന്നു? ഹന്ന എന്ന വ്യക്തി, അതായത് ആ സ്ത്രീ എൽക്കാനായുടെ 2 ഭാര്യമാരിൽ ഒരാളായിരുന്നു. മറ്റേ ഭാര്യയ്ക്ക് മക്കളുണ്ടായിരുന്നു. ആ മക്കളുണ്ടായിരുന്നത് നിമിത്തം അവൾ കുടുംബത്തിൽ മാനിക്കപ്പെട്ടു, ബന്ധുമിത്രാദികളുടെ ഇടയിൽ മാനിക്കപ്പെട്ടു. എന്നാൽ ഹന്നായിക്ക് മക്കളില്ലാതിരുന്നത് നിമിത്തം അവൾ കുടുംബത്തിൽ നിന്ദിക്കപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ ഹന്ന വളരെയധികം പ്രയാസപ്പെട്ട് കരഞ്ഞും വിലപിച്ചും ഒക്കെ കൊണ്ട് ഇരിക്കുകയായിരുന്നു പലപ്പോഴും. അപ്പോൾ തൻ്റെ ഭർത്താവ് പറയും, ഞാൻ എത്രയോ മക്കളേക്കാൾ നിനക്ക് നല്ലവനാണ്, ഞാൻ നിനക്ക് എല്ലാ നന്മകളും സന്തോഷങ്ങളും തരുന്നില്ലേ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തരുന്നില്ലേ, ഞാൻ നിന്നെ സംരക്ഷിക്കുന്നില്ലേ എന്നൊക്കെ ഭർത്താവ് പറയുമായിരുന്നു. എന്നാലും ഒരു മകൻ ഉണ്ടാകുക അല്ലെങ്കിൽ സന്തതി ഉണ്ടാകുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഹന്നായും കുടുംബവും, അതായത് എൽക്കാനായും കുടുംബവും എല്ലാ വർഷവും ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു. അവിടെ അന്ന് പുരോഹിതനായിട്ടുള്ളത് ഏലിയായിരുന്നു, ഏലി എന്ന പുരോഹിതൻ. അപ്പോൾ ഹന്ന ദൈവ മുൻപാകെ ചെന്ന് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ച് ദൈവ മുൻപാകെ അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ചുണ്ട് അനങ്ങിയതല്ലാതെ ശബ്ദമൊന്നും പുറത്തു വന്നില്ല. അവളെ നോക്കിക്കൊണ്ടിരുന്ന പുരോഹിതൻ പറയുകയാണ്, നീ എന്ത് സ്ത്രീയാണ്? നീ ദൈവ മുൻപാകെ വന്നിരിക്കുന്നത് മദ്യപിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? നിൻ്റെ വീഞ്ഞിറങ്ങിപ്പോകട്ടെ എന്ന് പുരോഹിതൻ പറയുന്നു. അപ്പോൾ ഹന്ന പറയുകയാണ്, അയ്യോ യജമാനനെ, അങ്ങനെ വിചാരിക്കരുതേ, ഞാൻ വളരെ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ ദൈവ മുൻപാകെ എൻ്റെ സങ്കടം പകരുകയായിരുന്നു. അപ്പോൾ ഏലിക്ക് വളരെയധികം വിഷമം തോന്നി. ഉടനെ തന്നെ ഏലി പറയുന്നുണ്ട്, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. അതായത് ആ പുരോഹിതൻ ഹന്നയെ അനുഗ്രഹിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്താണ്? നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. കാരണം നീ ദൈവ മുൻപാകെയല്ലേ പ്രാർത്ഥന ചെയ്തത്. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ദൈവം കേൾക്കും, അവൻ നിന്നെ അനുഗ്രഹിക്കും. നീ സന്തോഷത്തോടെ നിൻ്റെ ഭവനത്തിലേക്ക് പോകുക എന്ന് ഏലി പുരോഹിതൻ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഹന്ന, ആ മനോവിഷമമുണ്ടായിരുന്ന സ്ത്രീ, അതിന് ആമേൻ പറയുകയാണ്. എന്താണ്? അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആ പുരോഹിതൻ എന്ത് തന്നെ അനുഗ്രഹിച്ചോ അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ദൈവ മുൻപാകെ ഞാൻ എൻ്റെ അപേക്ഷ കൊടുത്തിരിക്കുന്നു, ദൈവം എനിക്ക് മറുപടി നൽകും, തൃക്കണ്ണിൽ എനിക്ക് കൃപ ലഭിക്കും എന്ന് ആമേൻ പറഞ്ഞുകൊണ്ട് ഹന്ന തൻ്റെ കുടുംബത്തോടു കൂടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ മടങ്ങിപ്പോയി പിന്നീട് എഴുതിയിരിക്കുന്നത്, അവൾ ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും വിസമ്മതിച്ചിരുന്നു. കാരണം അവൾ വളരെയധികം ദുഃഖഭാരമുള്ള ഒരു സ്ത്രീയായിരുന്നു. എത്ര നിന്ദയാണ് തൻ്റെ മേൽ വീഴുന്നത്. പക്ഷേ ഈ ഒരു വാക്ക്, അതായത് ഒരു നല്ല വാക്ക് ഏലി പുരോഹിതനിൽ നിന്നും ലഭിച്ചപ്പോൾ അവൾ ദൈവത്തെ വിശ്വസിക്കുകയാണ്. ആ പുരോഹിതൻ പറഞ്ഞ
വാക്ക് അവൾ ഏറ്റെടുത്തിട്ട് പിന്നീടോ അവളുടെ മുഖം വാടിയതേയില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മോട് ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞതായിട്ട് തന്നെ ഏലി പുരോഹിതനിൽ നിന്ന് വന്ന വാക്കുകളെ ഹന്ന സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്വീകരിച്ച വാക്ക് നിമിത്തം അവൾ സന്തോഷവതിയായി. അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ മുൻപാകെ ഒരപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ഉണ്ടെന്നുള്ളത് അവൾ ഇപ്പോൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ ഭക്ഷണം കഴിച്ചു. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. നമുക്കറിയാം, പിന്നീട് അവൾക്ക് ഒരു മകനെ ലഭിക്കുന്നു. ആ മകനെ ദൈവം മുൻപാകെ സമർപ്പിച്ച് പോകുന്നു. അതിനുശേഷം വീണ്ടും മക്കളുണ്ടാകുന്നു ആ സ്ത്രീക്ക്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരമ്മയായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഹന്നയുടെ ചരിത്രം. നമുക്കറിയാം ശമൂവേൽ പ്രവാചകൻ ആരായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ദൈവം മുൻപാകെ നാം കഴിക്കുന്ന അപേക്ഷ ദൈവം തള്ളിക്കളയുകയില്ല. നാം ഹൃദയവേദനയോടെ എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ കർത്താവിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക, തീർച്ചയായിട്ടും ദൈവം അത് സാധിപ്പിച്ചു തരും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകത്തക്കവണ്ണം ദൈവത്തെ വിശ്വസിക്കുക. ദൈവനാമത്തിന് എപ്പോഴാണ് മഹത്വമുണ്ടാകുന്നത്? വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും എന്നാണ് പറയുന്നത്. അങ്ങനെ വിശ്വസിച്ച് സന്തോഷിക്കുവാനായിട്ട്, മുഖം വാടാതിരിക്കുവാനായിട്ട് ദൈവത്തിൽ നിന്നും നമുക്ക് കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.